എല്ലാവർക്കും മല്ലവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മായന്റെ ബംഗാരം, ബാലൻ, ബസൂക്ക എന്ന സ്വന്തം പുണ്യാളൻ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് മായൻ ബംഗാരം എന്ന സിനിമയെ പറ്റിയാണ്. സമന്ത രുത് പ്രഭു നായികയായി വന്ന ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കുടുംബത്തോടെ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയുടെ രഹസ്യമായ ഭൂതകാലത്തെ പറ്റിയാണ് ഈ ഒരു കഥയിൽ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂലൈ 17 OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ബാലൻ എന്ന സിനിമയെ പറ്റിയാണ്. ദ ബാലൻ ദി ബോയ് ഇപ്പോഴിതാ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. C5 ആണ് OTT വാങ്ങിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് ആദ്യ വാരത്തിലായിരിക്കാം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. മമ്മൂട്ടി, ഗൗതം വാസുദേവ് മേനോൻ ഒന്നിച്ചഭിനയിച്ച സിനിമയാണ് ഇത്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമയുടെ OTT ജൂലൈ മാസത്തിൽ തന്നെ ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെ പറ്റിയാണ്. ദിലീപ് നായകനായി വന്ന ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് C5 ആണ്. ഇതുവരെയായി ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിട്ടില്ല. തമന്ന പാട്ടയും ഈ ഒരു സിനിമയിൽ നായികയായി വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ജൂലൈ മാസത്തിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പള്ളിച്ചട്ടമ്പി എന്ന സിനിമയെ പറ്റിയാണ്. ടൊവിനോ തോമസ് നായകനായി വന്ന പീരിയഡ് ആക്ഷൻ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. കേരളത്തിലെ മലനിരകളിലേക്ക് കുടിയേറിയ കർഷക കുടുംബങ്ങളുടെ ജീവിതവും അതിജീവന പോരാട്ടവുമാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത്. മനോരമ മാക്സിൽ പള്ളിച്ചട്ടമ്പിയുടെ OTT ജൂലൈ തന്നെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയെ പറ്റിയാണ്. 2 വർഷം കഴിഞ്ഞു, ഇതുവരെയായി ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിട്ടില്ല. നിവിൻ പോളി, മമിത ബൈജു എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT മനോരമ മാക്സിൽ ജൂലൈ വാരത്തിൽ തന്നെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ജൂലൈ വാരത്തിൽ മനോരമ മാക്സിൽ OTT റിലീസ് ഉണ്ടാവും. അടുത്ത അപ്ഡേറ്റ് ചിന്ന ചിന്ന ആസൈ എന്ന സിനിമയെ പറ്റിയാണ്. ഇന്ദ്രൻസ് മധു അഭിനയിച്ച ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോം ഏതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ജിയോ ഹോട്ട്സ്റ്റാറോ ആമസോൺ പ്രൈമോ C5 ആയിരിക്കാം ഈ ഒരു സിനിമയുടെ OTT വാങ്ങുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കാട്ടാളൻ എന്ന സിനിമയെ പറ്റിയാണ്. ആന്റണി വർഗീസ് നായകനായി വന്ന ഈ ഒരു സിനിമയുടെ OTT ഇതുവരെ ആരും വാങ്ങിയിട്ടില്ല. എന്തു തന്നെയായാലും അടുത്ത് തന്നെയായി ഈ ഒരു സിനിമയുടെ OTT വിറ്റുപോകുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ആൽഫ എന്ന സിനിമയെ പറ്റിയാണ്. ആലിയ ഭട്ട് നായികയായി വന്ന ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ആൽഫയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് കാട്ടകുസ്തി എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളോടൊപ്പം മലയാളം സബ്ടൈറ്റിലും ഈ ഒരു ചിത്രത്തിൽ അവൈലബിൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.